യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം കർത്താവ് അരുളി ചെയ്യുകയാണ്. ഇടതോട്ടോ വലതോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നും ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നത് ദൈവം തന്നെയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം നേരിട്ടാലും ദൈവത്തിൻ്റെ ഒരു കരം, സ്വർഗീയ ഒരു സംരക്ഷണം ഈ വ്യക്തിയെ സംബന്ധിച്ച് എപ്പോഴും ഒരു നിഴല് പോലെ കൂടെ കാണും. ഞാൻ ഓർക്കുകയാണ്, എനിക്കറിയുന്ന ഒരു സിസ്റ്ററുണ്ട്, മരിയ എന്നാണ് പേര്. നാളുകൾക്ക് മുമ്പ് സായനത്തിൽ വാഴയ്ക്കും ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ അറിയാതെ ഒരു അണലിപ്പാമ്പിൻ്റെ പുറത്ത് ചവിട്ടി. സിസ്റ്റർ പതുക്കെ എന്തോ അസ്വസ്ഥത തോന്നി കാല് മാറ്റുമ്പോൾ ചവിട്ടുകൊണ്ട വേദനയിൽ അണലിപ്പാമ്പ് സിസ്റ്ററിൻ്റെ കാലിൻ്റെ പിറമടക്കം ശക്തമായി കൊത്തുകയാണ്. സിസ്റ്റർ എൻ്റെ ഈശോയേ എന്നൊരു വിളി വിളിച്ചു. സിസ്റ്റർ അവിടെ ഇരിക്കുമ്പോൾ അകത്ത് ആരാധിച്ചുകൊണ്ടിരുന്ന മറ്റ് സിസ്റ്റേഴ്സ് എല്ലാം സിസ്റ്ററിനെ വന്ന് കണ്ടു. ഉടനെ തന്നെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർ ഒന്നിലധികം നിരവധി ടെസ്റ്റുകൾ ചെയ്തു. പല്ല് പൊട്ടപാടുണ്ട്, നീലിച്ച് കിടക്കുന്നുണ്ട്. എന്നാൽ ഒരു തുള്ളി വിഷം പോലും ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. റോമ 8:28 പറഞ്ഞില്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഈശോയെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ ഈശോയുടെ ഒരു സംരക്ഷണം നമ്മളെ ഇടവും വലവും വ്യതിചലിക്കാതെ നമ്മുടെ കൂടെ ഉണ്ട്. അത്യുന്നതിൻ്റെ നിഴല് നമ്മളെ മറയ്ക്കും. ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭമായി നിറഞ്ഞിരുന്നൊരു ദൈവമുണ്ട് അവരുടെ മുകളിൽ. എന്നാൽ രാത്രി അഗ്നിസ്തംഭമായി അവർക്ക് മുമ്പും പിൻപും സൈഡിലും വഴികാട്ടിയായി ദൈവം അവരെ നയിക്കുകയാണ്. ഈ സിസ്റ്ററിൻ്റെ ശരീരത്തിലേക്ക് ഒരു അംശം പോലും വിഷം ഉള്ളിൽ ചെല്ലാതെ സിസ്റ്ററിനെ ശുശ്രൂഷിച്ച ഡോക്ടർമാരും മറ്റനേകരും അതിശയത്തോടു കൂടി അത്ഭുതത്തെ നോക്കിക്കാണുകയാണ്. എൻ്റെ ദൈവപൈതലേ, നമ്മുടെ ജീവിതം ഒരല്പനാളത്തേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ആ നാളുകൾ എളിമയോടുകൂടിയും സ്നേഹത്തോടും കൂടി ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന ആളുകളിൽ നിത്യായുസ്സിൽ നിത്യാനന്ദത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ പറ്റും.